ജി സുധാകരൻ കുട്ടനാട്ടിലെ CPIM പരിപാടിയിൽ പങ്കെടുക്കില്ല. പരിപാടി അവർ നടത്തിക്കോളും, തന്റെ ആവശ്യമില്ലല്ലോ എന്നാണ് ജി സുധാകരന്റെ പ്രതികരണം. അശ്വിൻ പാലായി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ, പെട്ടെന്നൊരു തീരുമാനം മാറ്റമാണോ? ഇന്ന് രാവിലെ പോലും അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നായിരുന്നു ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായിരുന്നത്. പക്ഷേ നേതൃത്വത്തിന്റെ ഒന്നും അനുനയ ശ്രമങ്ങളോട് വഴങ്ങുന്നില്ല. മുതിർന്ന നേതാക്കൾ തന്നെ ജില്ലാ സെക്രട്ടറിയും CS സുജാതയും അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിലെത്തി കണ്ട് ക്ഷണിക്കുകയൊക്കെ ചെയ്തതാണ് ഈ പരിപാടിയിലേക്ക്. പക്ഷേ അവിടെ ജി സുധാകരൻ ഇന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. പകരം അദ്ദേഹം കരുനാഗപ്പള്ളിയിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പരിപാടി അവർ നടത്തിക്കോളും എന്നതാണ്, തന്റെ ആവശ്യമില്ലല്ലോ എന്ന പ്രതികരണം വരുന്നു. അശ്വിൻ, ഇന്ന് പെട്ടെന്ന് രാവിലെ ഒരു മനമാറ്റമാണോ? പങ്കെടുക്കുമെന്നായിരുന്നല്ലോ രാവിലത്തെ ആദ്യത്തെ പ്രതികരണമൊക്കെ. പങ്കെടുക്കുന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം കൊല്ലത്തേക്ക് തിരിക്കുകയാണ്. കരുനാഗപ്പള്ളി അടക്കം 2 സ്ഥലങ്ങളിൽ പരിപാടിയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാണ്. വീട്ടിൽ നിന്ന് അദ്ദേഹം അല്പസമയം മുമ്പാണ് കരുനാഗപ്പള്ളിയിലേക്ക് തിരിച്ചത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായ തർക്കങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിന്റെ അതൃപ്തി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി പാർട്ടി പരിപാടികളിൽ ക്ഷണിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി. ഇന്നും ഇപ്പോൾ അതേ പരാതി തുടരുകയാണ്. ആ പരാതി തുടരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തിന് ക്ഷണമുണ്ടെങ്കിൽ പോലും അതിനൊരു ഔദ്യോഗിക സ്വഭാവം ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വിളിച്ച രീതിയിൽ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. വേദിയിലടക്കം അദ്ദേഹത്തെ ഇരുത്താത്തതിൽ അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരൻ അവിടെ പോയി ഇരിക്കുന്നതിലൊക്കെ അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്. പ്രധാനപ്പെട്ട കാരണം ഈ പരിപാടിയുടെ നോട്ടീസിലടക്കം അദ്ദേഹത്തിന്റെ പേര് പോലും വെച്ചിട്ടില്ല എന്നുള്ളതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് KSKTUവിന്റെ തൊഴിലാളി മാസിക, ആ മാസിക നൽകുന്ന ഒരു അവാർഡ് ദാന ചടങ്ങിലേക്കാണ് ജി സുധാകരന് ക്ഷണമുണ്ടായിരുന്നത്. എന്തായാലും അതിൽ പങ്കെടുക്കാതെ തന്നെ അദ്ദേഹം കരുനാഗപ്പള്ളിയിലേക്ക് പോയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരമാണ് കരുനാഗപ്പള്ളിയിലെയും പരിപാടി നടക്കുന്നത്. എന്തായാലും അത് ഒരു അനുനയത്തിന്റെ ശ്രമമൊക്കെ പാർട്ടി നടത്തിയിരുന്നെങ്കിൽ വന്ന് നേരിൽ കണ്ട് കേന്ദ്ര കമ്മിറ്റി അംഗവും ജില്ലാ സെക്രട്ടറിയും അടക്കം നേരിൽ വന്ന് കണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചതിനു പിന്നാലെ ഒരു അനുനയത്തിന്റെ പാതയിലേക്ക് ജി സുധാകരനും നീങ്ങി പാർട്ടിയും ഒരു മയപ്പെടുത്തലിലേക്ക് നീങ്ങി എന്നുള്ളതൊക്കെ അതാണ് അശ്വിൻ. സജി ചെറിയാനെതിരെ രൂക്ഷമായ പ്രതികരണം വരുന്നു. ഒരു വശത്ത് സലാമിന്റെ ഒക്കെ പ്രതികരണം വരുന്നു. പിന്നീട് നേതൃത്വം ഇടപെട്ട ഒരു വെടിനിർത്തൽ, അതിനുള്ള ചർച്ചകൾ നടത്തുന്നു, വീട്ടിലെത്തി കാണുന്നു. എന്നിട്ടും ഈ പരിപാടിയിലേക്ക് അദ്ദേഹം എത്തുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ കൊണ്ടൊന്നും തീരില്ല അതൃപ്തി എന്നതാണ്. ഗോകുൽ, അദ്ദേഹത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന 2 വാക്കുകളുണ്ട്. പരിപാടി അവർ നടത്തിക്കോളും, അവിടെ എന്റെ ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ് ജി സുധാകരൻ പറയുന്നത്. അപ്പോൾ അതൃപ്തി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നുള്ളതിന്റെ കാരണങ്ങളാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും അദ്ദേഹം എന്തൊക്കെ പരിപാടികളുണ്ട് എന്നുകൂടി നമ്മളോട് വിശദീകരിച്ചിട്ടുണ്ട്. അവിടേക്കാണ് പോകുന്നത്. അതിനിടെയാണ് കുട്ടനാട്ടിൽ ഈ കേന്ദ്ര കമ്മിറ്റി അംഗം അശ്വിൻ, ഒരു നിമിഷം, നമുക്കിപ്പോൾ ആ ജി സുധാകരന്റെ പ്രതികരണം ഉണ്ട്. അദ്ദേഹത്തിന്റെ ആ പ്രതികരണം കേട്ട ശേഷം തിരികെ എത്താം. കൊല്ലത്തല്ലേ കരുനാഗപ്പള്ളി പോകണം. അതിന് മുമ്പ് ഹരിപ്പാടൊരു പ്രായമായ നമ്മുടെ ഒരു കുടുംബക്കാരനവരുടെ ജന്മദിനമുണ്ട്. സഞ്ജയത വീട് കയറ്റമുണ്ട്. അത് കഴിഞ്ഞാൽ കുട്ടനാട്ടിലേക്കില്ല. നമ്മുടെ ആവശ്യമൊന്നുമില്ല. അതൊക്കെ അവർ നടത്തിക്കോളും, കുഴപ്പമൊന്നുമില്ല. അവിടെ ആളുണ്ട്. അത് കൊടുക്കാം. യോഗത്തപ്പണി കേസാണ്. രാവിലെ കരുനാഗപ്പള്ളിയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് അദ്ദേഹം 24നോട് പ്രതികരിച്ചതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അശ്വിൻ തുടരുന്നുണ്ട്. അശ്വിൻ, പരിപാടി അവർ നടത്തിക്കോളും, തന്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ, തന്നെ അവഗണിക്കുന്നതിലുള്ള അതൃപ്തി ആ വാക്കുകളിൽ വീണ്ടും വീണ്ടും സൂചിപ്പിക്കുകയാണ് ജി സുധാകരൻ. എന്തായാലും അത് ആ രീതിയിൽ തന്നെ അദ്ദേഹം പരസ്യമായി തുറന്നു പറയുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ പറയാതെ പറയുന്നു എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തിന്റെ മനസ്സിലാകുന്ന രീതിയിൽ. കാരണം വന്ന് വിളിച്ചപ്പോൾ തന്നെ അനുനയത്തിന്റെ ഒരു വാക്കുകളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷെ അധിക നേരം വീട്ടിൽ നിൽക്കാതെ പാർട്ടി നേതാക്കൾ എത്തിയവർ മടങ്ങുകയും ചെയ്തു. ഏകദേശം അരമണിക്കൂറിന് താഴെ മാത്രം നീണ്ടുനിന്ന ഒരു സംസാരം. അതിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യും. അതിലൊന്ന് മാത്രമായിരുന്നു ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുക എന്നുള്ള അജണ്ട. അത് ക്ഷണിച്ചതിലെ അതൃപ്തി, അല്ലെങ്കിൽ ആ രീതിയിൽ നോട്ടീസ് പോലും കൈമാറാതെയാണ് അവർ അവിടെ നിന്ന് പോയത് എന്നുള്ളതൊക്കെ ജി സുധാകരനുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താണ് ഇന്ന് നടക്കുന്ന പരിപാടി എന്ന് മാത്രമാണ് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നത്. വരണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. അതിലും ആ ക്ഷണത്തിന്റെ രീതിയാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തെ ചൊടിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പാർട്ടിയുടെ മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ക്ഷണിക്കേണ്ട രീതി അടക്കം അതിൽ അപാകത ഉണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അല്ലെങ്കിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമായി നമുക്ക് അദ്ദേഹം വ്യക്തമായി പറയുന്നില്ലെങ്കിൽ പോലും, തുറന്നു പറയുന്നില്ലെങ്കിൽ പോലും അതൊക്കെയാണ് കാരണം എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും അദ്ദേഹം മടങ്ങി എന്നുള്ളതാണ് ഇന്ന് പ്രധാനപ്പെട്ട കാരണം. 2 വർഷത്തിലേറെയായി അല്ലെങ്കിൽ അതിൽ കൂടുതലായി പാർട്ടി ഔദ്യോഗിക പരിപാടികളിലേക്ക് ക്ഷണിക്കുന്നില്ല എന്നുള്ള വലിയ പരാതി ജി സുധാകരനെ പോലെ
CPIMന്റെ മുതിർന്ന ഒരു നേതാവ് മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം പറഞ്ഞിരുന്നു. ജി സുധാകരന്റെ വീടിന് തൊട്ടടുത്ത് 500 മീറ്റർ അകലെ അടുത്ത് നടന്ന ഒരു പാർട്ടിയുടെ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ പോലും അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നില്ല. ഒപ്പം പാർട്ടി നടത്തുന്ന പല പരിപാടികളും ജി സുധാകരനുമായി നേരിട്ട് ബന്ധമുള്ള പരിപാടികളിൽ പോലും തീർച്ചയായും കാലങ്ങളായി ഏതാണ്ട് കഴിഞ്ഞ കുറെ നാളുകളായി ആലപ്പുഴയിലെ പാർട്ടി നേതൃത്വവുമായും പ്രധാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ളവർക്കെതിരെ പരസ്യ പ്രതികരണവുമായും ഒക്കെയും ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ജി സുധാകരൻ. ഏതായാലും ഇന്ന് നേതൃത്വം ഇടപെട്ട് ഒരു അനുനയ ശ്രമം നടത്തി ക്ഷണിച്ചിട്ട് പോലും കുട്ടനാട്ടിലെ പരിപാടിയിലേക്കില്ല. അദ്ദേഹം കരുനാഗപ്പള്ളിയിലേക്ക് പോകുന്നു. ജി സുധാകരന്റെ അതൃപ്തി തുടരുകയാണ്. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.